ഹൈ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ സ്വാഗതം. ഇനി ഇതിൽ കൂടെ വീട് എടുത്തേക്കുന്ന വെച്ച് വേറെ ഒന്നുമല്ല കേട്ടോ. എപ്പോഴും വീടിൻ്റെ അകത്തിരുന്നില്ല വീട് എടുക്കുന്നത്, അതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങി വീട് എടുത്തേക്കുന്ന വെച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ ഇന്ന് പറയാമെന്ന് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളെന്തായാലും ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. നമ്മളെന്തായാലും പോയി കോളേജിൽ നിന്ന് പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ പോയി മേടിച്ചു. സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് നമുക്കിനി ഡിഗ്രി അങ്ങനെ ഒഫീഷ്യലായിട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി ഡിഗ്രി കഴിഞ്ഞ് പിന്നെ പോകാനുള്ള പ്ലാൻ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ വീഡിയോക്കകത്ത്. നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിപ്പം 3 മാസം ആയി കേട്ടോ. 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയത്. 3 മാസം കഴിഞ്ഞു. ബാക്കി എല്ലാവരും കൂടെ പഠിച്ചവരൊക്കെ MCAയ്ക്കും ഒക്കെ പഠിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ ഇനി കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 6 മാസത്തെ കോഴ്സും. പിന്നെ വേറെ ആൾക്കാരൊക്കെ എന്നതാ MCA പഠിക്കാൻ ഇറങ്ങി. BCA കഴിഞ്ഞ് അടുത്ത MCA എടുത്തു. ഞാൻ MCA എടുക്കാൻ പോകല്ല, നമ്മൾ MCA അല്ല, വേറെ കോഴ്സ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. കോഴ്സ് എന്ന് പറയുന്നത് 4 മാസത്തെ കോഴ്സ്. പിന്നെ ഡാറ്റ അനലിറ്റിക്സ്. BCA കഴിഞ്ഞ് എല്ലാവരും ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്നത് ഡാറ്റ അനലിറ്റിക്സ് ആട്ടോ. അപ്പോൾ എടുക്കാൻ വേണ്ടി ഇനി തിങ്കളാഴ്ച പോകാം നമ്മൾ. അപ്പോൾ പിന്നെ പഠിക്കാൻ പോകുന്നത് എറണാകുളത്താട്ടോ. എറണാകുളം കല്ലൂര് അടുത്തുള്ള ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 4 മാസം ഇനി അവിടെയാണ് നമ്മളിനി അവിടുത്തെ ലോകമൊക്കെ ആയിട്ട് നമ്മൾ വരും കേട്ടോ. അപ്പോൾ 4 മാസം നമ്മൾ വീട് വിട്ട് മാറി നിൽക്കാൻ പോവാണ്. പിന്നെ ഇനി ആദ്യമായിട്ടാണ് ഇങ്ങനെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കാൻ വേണ്ടി. നേരത്തെ അല്ല, ഇപ്പം വരെ നമ്മൾ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. ആദ്യമായിട്ട് നമ്മൾ 4 മാസത്തേക്ക് ഇനി വീട് വിട്ട് അവിടെ പോയി പഠിക്കാൻ പോവാണ്. ഇനി അവിടുത്തെ ഫുഡും അവിടുത്തെ പാർട്ട് ടൈം വെച്ച് ചെയ്ത് പഠിക്കണം. അപ്പോൾ കോഴ്സ് 4 മാസം കേട്ടോ. അപ്പം അവിടെ നിന്ന് ഇനി പഠിക്കണം. ഒരു 2 മണിക്കൂർ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് കാശുണ്ടാക്കി ഫീസൊക്കെ അടയ്ക്കണം. അപ്പോൾ ഇനി പുതിയൊരു ഇതിലിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഇനി നമുക്ക് ഇനിയുള്ള ഈ കോട്ടയത്തെ വ്ളോഗ് തീർന്നു കേട്ടോ. ഇനി 17-ാം തീയതി തൊട്ട് നമുക്കിനി കൊച്ചി വ്ളോഗായിരിക്കും, എറണാകുളം വ്ളോഗ്. അത് നമ്മളെന്നും വ്ളോഗ് നോക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ പഠിക്കാൻ ഒത്തിരിയൊക്കെ കാണും. പോരൊക്കെ പറയുന്ന ഒത്തിരി കണക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അതൊക്കെ പഠിക്കണം. ഒന്നും ഡെയിലി വ്ളോഗ് നോക്കും കേട്ടോ. പിന്നെ ഒരു ഫോൺ വെച്ച് നമുക്ക് 2 പേർക്ക് നോക്കണം. എൻ്റെ ഇരട്ട പ്രോയ്ക്ക് നോക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്നിടാൻ പറ്റില്ല, നമ്മൾ എന്നിടാൻ പറ്റിയെന്ന് നോക്കുന്നത് കേട്ടോ. എന്നാലും നമുക്ക് പറ്റുന്നില്ല ഇടാം. അപ്പം അതിൻ്റെ വ്ളോഗായിട്ട് വരും കേട്ടോ. ഇനി പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ പോകുന്നത്, ഞാനും എൻ്റെ ഇരട്ട പ്രോയും ഉണ്ട്, പിന്നെ വേറെ കൂട്ടുകാരനും ഉണ്ട്. അവൻ പിന്നെ ഇങ്ങനെ നേരത്തെ ഇൻറ്റേൺഷിപ്പിനൊക്കെ ആയിട്ട് പോയി പഠിച്ചിട്ടുള്ള. അപ്പം അവന് അറിയാവുന്ന ഒരു ഹോസ്റ്റലിൽ നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ 3 ഷെയറിങ്ങാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അവിടെ ചെല്ലുമ്പം അന്നത്തെ വ്ളോഗിൻ്റെ അതിനകത്ത് നമ്മൾ ഹോസ്റ്റലെ കാണിക്കാൻ കേട്ടോ. നമ്മൾ താമസിക്കാൻ വന്ന ഹോസ്റ്റലിൽ. പിന്നെ അടുത്ത് നമ്മുടെ കൂടെ പഠിച്ചവന്മാരൊക്കെ ഉണ്ട്, അവന്മാരുടെ അടുത്തും പോകണം. അപ്പോൾ അതൊക്കെയായിട്ട് നമ്മൾ ഇനി 17-ാം തീയതി വരും കേട്ടോ വ്ളോഗ്, അതിൻ്റെ വ്ളോഗായിട്ട്, കൊച്ചി വ്ളോഗായിട്ട്. അപ്പോൾ ഇവിടുത്തെ വ്ളോഗ് കയറുന്നു. അപ്പോൾ എല്ലാവരും അത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ അത് ഞാൻ വീഡിയോ ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്യാം കേട്ടോ. അന്ന് ഇവിടെ വന്നോ പിടിപ്പടാ സുഹൃത്തുക്കൾ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇനി ബൈക്ക് ഓടിക്കാൻ പാടില്ല കേട്ടോ. ബൈക്കിനി കുറച്ച് നാളത്തേക്ക് വരുന്നവരെ നമ്മൾ ഇടയ്ക്കൊക്കെ വരും. പിന്നെ പണിക്ക് കയറും, പിന്നെ കടക്കാരും അവധിയൊക്കെ തരണ്ടേ. അപ്പോൾ ഇടയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ബൈക്കൊന്നും ഓടിക്കാൻ ആരുമില്ല. ഈ ബൈക്ക് വരുമ്പോഴേക്കും ഇടയ്ക്ക് ഓണാക്കാൻ പറ്റത്തുള്ളൂ. കിടക്കായി പോവുക സുഹൃത്തുക്കളെ. ഞാൻ എപ്പോൾ ബൈക്കിൽ കയറി ഇരുന്നാലും കഴുകുമ്പോൾ തന്നെ കൊത്തം വരും കേട്ടോ. അപ്പോൾ കണ്ടോണേ, കാണിക്കണേ കേട്ടോ. ബൈക്കിൽ കയറി ഇരുന്നപ്പോഴേ പുറകെ വന്ന് നിൽക്കുക കൊത്താൻ വേണ്ടി. അപ്പോൾ ബൈക്കിൽ നിന്ന് കുറച്ച് ഭൂമിയാണെങ്കിൽ കൂടെ വരും കേട്ടോ. ഞാൻ കാണിക്കാം. അമ്മയെ കൊണ്ടുവരാൻ പോകുമ്പോൾ കേട്ടോ ഞാൻ എപ്പോഴും പുറകെ വരുന്നത്. ബൈക്ക് കൊണ്ട് വഴി വരുമായിരിക്കും കഴുക എൻ്റെ പുറകെ വരെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ. സുഹൃത്തുക്കളെ, നമ്മുടെ പിന്നെ ബൈക്കിൻ്റെ ഈ സെൽഫ് വർക്കാകത്തില്ല. ആ സെൽഫ് വർക്കാകാതെ തന്നെ വെച്ചാൽ ബാറ്ററി വീക്കായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിയാക്കാൻ ചാർജ് കയറ്റാൻ കൊണ്ടുപോയപ്പോഴും അത് ചാർജ് കയറിയാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് പിന്നെ നമുക്ക് സെൽഫ് വർക്കാകത്തില്ല. പിന്നെ നമ്മുടെ കസിൻ ചേട്ടൻ നമുക്ക് പുള്ളിയുടെ പഴയ ബൈക്കിൻ്റെ ബാറ്ററി നമുക്ക് തന്നു കേട്ടോ, അതിനെ ശരിയാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇന്ന് കൊണ്ട് ശരിയാക്കാൻ പോകണം. എന്നിട്ട് വേണം സെൽഫൊക്കെ വർക്കായിട്ട് ഒന്ന് ഓടിച്ചിട്ട് ഇടത്തൊക്കെ വെക്കണം. പിന്നെ ഇപ്പോൾ ഓടിക്കാൻ പറ്റത്തില്ല, പിന്നെ ഇവിടെ വരണ്ട ഓടിക്കണമെങ്കിൽ. അപ്പോൾ അത് പിന്നെ ശരിയാക്കാൻ പോകണം. എന്നാണ് സെൽഫ് വർക്കാകത്തില്ല, അപ്പോൾ അതിന് ശരിയാക്കാൻ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുക പരിശോധിക്കാൻ പോകണം കേട്ടോ. ഇന്നും കൂടെ ഉള്ളു ലാസ്റ്റ് ഡേറ്റാണ്. അതൊന്ന് പോയി മാറ്റി അതിൻ്റെ വ്ളോഗൊക്കെ ഇതിൻ്റെ അടുത്ത് ചേർക്കാൻ കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ പുക പരിശോധിക്കാൻ വേണ്ടി കിടങ്ങൂർ വന്ന കേട്ടോ. എന്നേരത്തേക്ക് വേണ്ടേ ആ പുക പരിശോധിക്കാൻ പറ്റത്തില്ല ഈ ടൂ വീലറിനൊന്നും, ബൈക്കിനും സ്കൂട്ടറിനൊന്നും. ഈ പഴയ മോഡൽ എൻ്റെ ബൈക്ക് 2010 മോഡലാണ്, അതൊന്നേരം പറ്റത്തില്ല. എന്നാണ്ടോ പുതിയ നിയമം വന്നേക്കോ 6 മാസത്തിനിടയ്ക്കെങ്ങാണ്ട് നോമോ മാറ്റാനോ നോമോ അങ്ങനെ സംഭവമൊക്കെ പുള്ളി പറഞ്ഞു. ഈ മോഡലിൻ്റെ പ്രശ്നം എങ്ങാണ്ട, അതുകൊണ്ട് അതങ്ങനെ പുക പരിശോധിക്കാൻ പറ്റിയില്ല. അച്ഛനും പരിശോധിക്കാൻ ഒരേ ഡേറ്റ് ആയിരുന്നു. പിന്നെ അച്ഛന് പുക പരിശോധിച്ച് കിട്ടി കേട്ടോ ഓട്ടോയുടെ. അതുകൊണ്ട് അത് പറ്റിയില്ല. പിന്നെ ബാറ്ററി കൊണ്ട് നന്നാക്കാൻ എന്നെ ചാർജ് കയറ്റാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് എങ്ങനെയൊന്നും അറിയത്തില്ല, നാളെ പോയി നോക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളിങ്ങനെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. അവർ ഫോം തരും കേട്ടോ. ഈ RC ഓഫീസിൽ കൊണ്ടാ കാണിക്കാൻ വേണ്ടി RT ഓഫീസിൽ കൊണ്ടാ
അതുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ശരിയാക്കി തരുമെന്ന് അവർ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇന്നും പിന്നെ നാളെയൊക്കെ നാളത്തെ കഴിഞ്ഞു പോകുള്ളൂ നമ്മൾ ഇവിടുത്തെ വ്ളോഗൊക്കെ ഇടുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇനി അവിടെ ചെന്നാൽ പിന്നെ അവിടുത്തെ വ്ളോഗൊക്കെ ആയിരിക്കും ഇടുന്നത്, എറണാകുളം വ്ളോഗൊക്കെ. അപ്പോൾ നിങ്ങൾ അത് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. ഇനി എറണാകുളം വ്ളോഗായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നു. പിന്നെ വീഡിയോ ഉണ്ടെങ്കിലൊക്കെ വന്നു കേട്ടോ. താങ്ക് യു.